ഇത് വിശ്വപ്രസിദ്ധമായ എടപ്പള്ളി സെൻറ്റ് ജോർജ് പുണ്യവാളൻ്റെ ദേവാലയമാണ്. വളരെ പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് എടപ്പള്ളിയിലുള്ള ഈ വിശുദ്ധ ഗീവർഗീസ് പുണ്യവാളൻ്റെ ഈ പള്ളി. ധാരാളം ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഇവിടെ അനേക കാര്യസാധ്യത്തിനായിട്ട് ഇവിടെ വരുന്നത്. ഇത് സെൻറ്റ് ജോർജ് പുണ്യവാളൻ്റെ ചെറിയ കപ്പേളയാണ് ഈ കാണുന്നത്. ഇവിടെ എല്ലാ വാഹനങ്ങളും നിർത്തി നേർച്ചയിട്ട് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു കാഴ്ച ഇവിടെ കാണാം. ഇത് പുതിയതായിട്ട് പണി കഴിപ്പിച്ച പള്ളിയാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് പഴയ പള്ളി കാണാൻ സാധിക്കും. ഇവിടുത്തെ പ്രധാന വഴിപാട് നേർച്ച കോഴികളാണ്. ഇവിടുത്തെ പ്രധാന വഴിപാട്. പിന്നെ അത് മാത്രമല്ല, പാമ്പിൻ്റെ ശല്യം മറ്റു ക്ഷുദ്രജീവികളുടെ ശല്യത്തിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഒരു വിശുദ്ധനാണ് എടപ്പള്ളി ഗീവർഗീസ് പുണ്യവാളൻ എന്നുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നാം കാണുന്നത് പഴയ പള്ളിയാണ്. അതിൻ്റെ വലതു ഭാഗത്തായിട്ട് കാണുന്നത് നിത്യാരാധന ചാപ്പലാണ്. ഇടപ്പള്ളിയുടെ അവിസ്മരണീയമായ ദിനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബോർഡ് കാണാൻ സാധിക്കും. വിശുദ്ധ കുർബാനയുടെ സമയം ഇവിടെ കൊടുത്തിട്ടുണ്ട്. AD 52 വിശുദ്ധ തോമസിലയുടെ ആഗമനം. അതിനുശേഷം 6-ാം നൂറ്റാണ്ടിലാണ് എടപ്പള്ളിയിലേക്ക് ക്രൈസ്തവരുടെ കുടിയേറ്റം ഉണ്ടായിട്ടുള്ളത്. 593 AD എടപ്പള്ളിയുടെ ദേവാലയ സ്ഥാപനം. 9-ാം നൂറ്റാണ്ടിലാണ് ഇപ്പോഴത്തെ പഴയ ദേവാലയത്തിൻ്റെ സ്ഥാപനം. 1080 എടപ്പള്ളിയിൽ രണ്ടാമത്തെ പഴയ ദേവാലയത്തിൻ്റെ സ്ഥാപനം. 12-ാം നൂറ്റാണ്ടിൽ ഇടപ്പള്ളി സ്വരൂപത്തിൻ്റെ ഉത്ഭവം വളർച്ചയും. 14-ാം നൂറ്റാണ്ട് ഇടപ്പള്ളി പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസിനോട് ഭക്തി പ്രസിദ്ധമാകുന്നു. 15-ാം നൂറ്റാണ്ടിലാണ് ഇടപ്പള്ളി വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിൽ പ്രസിദ്ധമായത്. 1536 പോർച്ചുഗീസുകാർ ഇടവകപ്പള്ളിയിൽ വിശുദ്ധ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും നാമധേയത്തിൽ ദേവാലയം തെക്കേപ്പള്ളി സ്ഥാപിച്ചു. 1567 അങ്കമാലി അതിരൂപതയുടെ സ്ഥാപനം. അങ്ങനെ പോകുന്നു ഇതിൻ്റെ നാൾ വഴികൾ. ഇപ്പോൾ നാം കാണുന്നത് ഇടവക പള്ളിയോട് ചേർന്നൊരു കിണർ കാണാൻ സാധിക്കും. അതിൽ വെള്ളം തീർത്ഥജലമായിട്ട് ആളുകൾ കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ പുണ്യവാളൻ്റെ ഒരു തിരുസ്വരൂപം ഇവിടെയുണ്ട്. ഈ അത്തിമരത്തിൻ്റെ പിന്നിലായിട്ടാണ് ഗീവർഗീസ് പുണ്യവാളൻ്റെ തിരുസ്വരൂപം നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ ധാരാളം ഭക്തജനങ്ങൾ കൂടി നിൽക്കുന്നുണ്ട്. നേർച്ച കോഴികൾ. ഇവിടുത്തെ പ്രധാന നേർച്ച കോഴികളിനെ സമർപ്പിക്കലാണ്. അതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നേർച്ച കോഴികളിനെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഓരോ ഭക്തർ തങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടേണ്ട ഫലമായിട്ട് നൽകുന്ന കോഴികളാണ് ഇവിടെ. ഇവിടുത്തെ പ്രധാന തിരുനാൾ മെയ് മാസത്തിലാണ് കേട്ടോ.
ബൈബിളിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് അത്തിമരത്തിൻ്റെ ഉപമ. ഇതാണ് അത്തിമരം. ധാരാളം അത്തിപ്പഴങ്ങൾ നിൽക്കുന്നത് കാണാൻ സാധിക്കും. അത്തിമരം ജീവൻ്റെ വൃക്ഷം എന്നുള്ള ഒരു ഇതിലാണ് അത്തിമരത്തിന് ബൈബിളിൽ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇതാണ് സെൻറ്റ് ജോർജിൻ്റെ നാമധേയത്തിലുള്ള പുതിയ പള്ളി. പള്ളിക്ക് താഴെയായിട്ടാണ് സെമിത്തേരി ഇവിടെ കാണാൻ സാധിക്കുക. മെയ് മാസത്തിലാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പെരുന്നാൾ ആഘോഷിക്കുന്നത്. വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുള്ള ഉദ്യാനം, അതുപോലെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കാണുന്നതാണ് മെട്രോ റെയിലാണ് ഈ കാണുന്നത്, മുകളിലൂടെ പോയിട്ടുള്ളത്. നമുക്കിവിടെ പള്ളിയെ പറ്റിയുള്ള ഒരു ശിലാഫലകം കാണാൻ സാധിക്കും. പുതിയ പള്ളിയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അതിനപ്പുറത്തായിട്ട് പള്ളി സ്റ്റാളുണ്ട്. പഴയ പള്ളി നമ്മുടെ വലത്ത് ഭാഗത്തായിട്ട്, അതുപോലെ തന്നെ അത്ഭുത കിണർ, മിറക്കിൾ പോണ്ട്, ബ്ലെസ്സിങ്സ്, പുരാതന പള്ളി. അത് AD 593 സ്ഥാപിച്ചിട്ടുള്ളത്.